എല്ലാവർക്കും നമസ്കാരം. എൻഷുറി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LP-UP നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങണം അല്ലെ? അപ്പോൾ LPSA UPSA പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ സിലബസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. സിലബസ് ഓറിയന്റഡ് ആയിക്കൊണ്ട് പഠിച്ചാൽ തന്നെ നമുക്ക് തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന 707/2023 UPSC നോട്ടിഫിക്കേഷൻ പ്രകാരം പുതിയ സിലബസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ എത്രയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ SCERT പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ SCERTയിൽ ഏതൊക്കെ മേഖലകൾ കവർ ചെയ്യണം, ഏതൊക്കെയാണ് കൃത്യമായി പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മൾക്ക് കേരള ചരിത്രത്തിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്ലസ് 2 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. ഇനി ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളും പ്ലസ് 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിസിക്സിൽ നിന്നാണെങ്കിൽ 7 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സും, കെമിസ്ട്രിയിലും അതേപോലെ തന്നെ 7 മാർക്കിന്റെ ചോദ്യങ്ങളും 2 കറണ്ട് അഫയേഴ്സും, ബയോളജിയിൽ നിന്നാണെങ്കിൽ 6 മാർക്കിന്റെ ചോദ്യങ്ങളും 2 കറണ്ട് അഫയേഴ്സും, ഇങ്ങനെയാണ് വരുന്നത്. അതുകൂടാതെ മാത്സിന് നമ്മൾക്ക് ഇത്തവണ 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. 15 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്സിനാണ്. 10 മാർക്കിന്റെ മലയാളവും 10 മാർക്കിന്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉണ്ടാവും. ഇത് കൂടാതെ 20 മാർക്കിന്റെ നമ്മൾക്ക് സൈക്കോളജി കൂടെ പഠിക്കാനുണ്ട്. മറ്റുള്ള PSC പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ കുറവുള്ള ഒരു മേഖലയാണ് നമ്മുടെ LPSA UPSA എന്ന് പറയുന്നത്. കാരണം ടീച്ചിങ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള TTC അതേപോലെ തന്നെ BEd കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് LPSA UPSA പരീക്ഷകൾ. സോ ഒരു LDC പോലെയോ അല്ലെങ്കിൽ LSGD LGS പോലെയോ അല്ല, നമ്മൾക്ക് കോമ്പറ്റീഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായും റാങ്ക് ലിസ്റ്റിലോട്ട് നമുക്ക് ഇടം നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് സിലബസ് ആദ്യം മനസ്സിലാക്കി ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ കഴിഞ്ഞു പോയി, ഏതൊക്കെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സിലബസ് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കാം. കേരള ചരിത്രം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിൽ പഴശ്ശിരാജ വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യ കലാപം, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് SCERTയിൽ അല്ലെ. ആ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് SCERTയിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത് മറ്റൊരു ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സിലബസ് ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. ദെൻ കേരള നവോത്ഥാനം എന്ന മേഖലയിൽ, അതായത് 10 മാർക്കാണ് കേരള ചരിത്രത്തിന് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 10 മാർക്കിൽ കേരള ചരിത്രത്തിൽ പഴശ്ശിരാജയും വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്യ കലാപവും പഠിക്കണം. അപ്പൊ കുറിച്യ കലാപത്തോട് മതിയോ എന്ന് ചോദിക്കുമ്പോൾ കുറിച്യ കലാപം മാത്രമല്ല ആദ്യകാല കലാപങ്ങളിൽ വരുന്നത്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, പക്ഷെ എന്താണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. ദെൻ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികള്, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ, ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം.
ഓക്കെ, കുമാരഗുരുദേവൻ വരെയുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഡോക്ടർ പൽപ്പു ഒക്കെ പഠിക്കണോ അല്ലെ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, കേളപ്പനെ പഠിക്കണോ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇവരെ കുറിച്ചെല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മൾക്ക് പഠിക്കേണ്ട മറ്റ് ചില നവോത്ഥാന നായകന്മാരുണ്ട്, അവരെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഇവരെ കൂടാതെ ആരൊക്കെ പഠിക്കണം എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് അല്ലെ? പിന്നെ നമ്മൾ പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം മുതലായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെടുന്ന നേതാക്കളെ നമ്മൾ പഠിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കുമ്പോൾ കേളപ്പൻ ഇല്ലാതെ ഗുരുവായൂർ സത്യാഗ്രഹവും ഇല്ല അല്ലെ? അപ്പൊ അദ്ദേഹത്തെ പഠിക്കണം. ക്ഷേത്രപ്രവേശന വിളംബരം പഠിക്കണ്ടേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളെ കുറിച്ച് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് നവോത്ഥാന നായകന്മാരെ ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഡോക്ടർ പൽപ്പുവിനെ പഠിക്കാൻ പറഞ്ഞു? നമ്മൾക്കിപ്പോ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് കാണുമ്പോൾ ഈഴവ മെമ്മോറിയല്, മലയാളി മെമ്മോറിയൽ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ പഠിക്കേണ്ടതല്ലേ നമ്മള്? അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാളെ എന്നുള്ളതല്ല, ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു കുട്ടിക്ക് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന രീതിയിൽ, അതായത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സ് എന്ന രീതിയിൽ ഓരോ ടോപ്പിക്കും അത്രയും കവർ ചെയ്തുകൊണ്ട് പഠിച്ചാല് നമ്മൾക്ക് ഒരു മാർക്ക് പോലും എവിടെ നിന്നും മിസ്സാവില്ല. ഓക്കെ, അപ്പൊ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അതേപോലെ നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, കൊച്ചിയിൽ നിന്നാണെങ്കിൽ, അതായത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? തിരുവിതാംകൂറിൽ നടന്നത്, കൊച്ചിയിൽ നടന്നത്, മലബാറിൽ നടന്നത്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം പഠിക്കണം, മലബാർ കലാപം പഠിക്കണം, ഖിലാഫത്ത് പ്രസ്ഥാനം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് വന്നു? നമ്മളിപ്പോ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ എന്താണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്? അങ്ങനെ ഓരോ ഭാഗവും പഠിക്കുമ്പോൾ അതങ്ങ് കവർ ചെയ്തങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ ഭാഗത്തു നിന്നും ഒരു മാർക്ക് മിസ്സാവില്ല. കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും ഇലക്ട്രിസിറ്റി സമരവും പഠിക്കണം. അപ്പൊ കൊച്ചി കുടിയായ്മ നിയമം പഠിക്കണോ? അതൊന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതല്ലേ? തിരുവിതാംകൂർ പഠിക്കണം. അപ്പൊ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതേപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, ഇതിനെ എല്ലാത്തിനെയും കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC, ഓക്കെ, INC യെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയണം, ഭഗത് സിംഗ് അറിയണം, സുഭാഷ് ചന്ദ്രബോസ് അറിയണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SCERT ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ? അപ്പൊ ആ ചാപ്റ്ററിൽ പറയുന്നത് ഏതിനെയൊക്കെ കുറിച്ചാണ്? നമ്മുടെ ആണവോർജ വകുപ്പ്, അതേപോലെ തന്നെ പിന്നെ ഏതാണ് പറയുന്നത്? സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉണ്ടായ പഞ്ചവത്സര പദ്ധതികള്, പ്ലാനിംഗ് കമ്മീഷൻ, DRDO, ആണവോർജ വകുപ്പ്, ISRO മുതലായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന് പറയുമ്പോൾ ISRO മാത്രം പഠിച്ചാ മതിയോ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ ഇപ്പൊ മറുപടി പറഞ്ഞത്. അപ്പൊ ശാസ്ത്ര സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള നമ്മുടെ SCERT ചാപ്റ്ററില് ആണവോർജ വകുപ്പിനെ കുറിച്ചും ഭാരതിനെ കുറിച്ചും DRDO, ISRO, പ്ലാനിംഗ് കമ്മീഷൻ എല്ലാം കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ലോക ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മളെ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് നദീതട സംസ്കാരങ്ങളെ കുറിച്ചിട്ട്
നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. 5ലും 7ലുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമുള്ള ചാപ്റ്ററുകളിൽ ഹാരപ്പൻ, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ, ചൈനീസ് സംസ്കാരം, ഇവയിൽ നിന്നെല്ലാം 2 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ അത് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. കഴിഞ്ഞ NCAയുടെ UP എക്സാമിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്കും പിന്നെ ഒരു 2 മാർക്കും കൂടെ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ 12 മാർക്ക് പ്ലസ് 2 കറണ്ട് അഫയേഴ്സ്, 10 പ്ലസ് 2 കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ്. ഇനി പാർട്ട് 1ന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി പോലെയുള്ള ഭാഗങ്ങളിൽ എത്രത്തോളം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നാണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങളും 2 മാർക്കിനുള്ള കറണ്ട് അഫയേഴ്സും ആണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേൾഡ് ജോഗ്രഫി ഒന്നും നമുക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ, അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങള്, ഗതാഗത മാർഗങ്ങള്, അതേപോലെ തന്നെ അന്തരീക്ഷ ഘടന അല്ലെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ അന്തരീക്ഷ ഘടന, ഇതൊക്കെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കേണ്ടത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വരും, നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആ ക്ലാസിഫിക്കേഷൻസ്, മലനിരകളെ കുറിച്ച്, ഹിമാലയം, അതേപോലെ തന്നെ നദീതീരങ്ങള്, അങ്ങനെയുള്ള ഭൂപ്രകൃതി, നദികൾ, ഇന്ത്യയിലെ ഹിമാലയൻ നദികൾ അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ, ആ ക്ലാസിഫിക്കേഷൻസ്, മണ്ണിനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ മണ്ണിനങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ, ഓരോ കൃഷിക്കും അനുയോജ്യമായ മണ്ണിനങ്ങൾ, അതേപോലെ തന്നെ കൃഷി, അതേപോലെ തന്നെ ധാതു വിഭവങ്ങൾ കൂടെ ഈ ഒരു ടോപ്പിക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമുക്ക് എക്കണോമിക്സിൽ വേറെ ടോപ്പിക്സ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് പറയുന്നില്ല. അപ്പൊ ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്ക് ദേശസാൽക്കരണം, ഈ ടോപ്പിക്കുകൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ കഴിഞ്ഞ PSCകളിലെല്ലാം ബാങ്ക്, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് റയർ ഫാക്റ്റുകൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം പഠിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ പഠിക്കണം. 1ഓ 2ഓ ചോദ്യങ്ങളാണെങ്കിലും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഭാഗമൊക്കെ നമ്മളൊന്ന് നല്ലപോലെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്നുള്ളത് ഇനി പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും എന്താണ് പഠിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആമുഖം, മൗലിക അവകാശങ്ങള്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക കർത്തവ്യങ്ങള്, നിർദ്ദേശക തത്വങ്ങള്, ഇന്ത്യയിലെ ഗവൺമെന്റ്, അതേപോലെ ലോകസഭ, രാജ്യസഭ, സ്പീക്കർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി മുതലായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പിന്നെന്താണ് സുപ്രീം കോടതി, ഹൈക്കോടതി. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ. പിന്നെ നമ്മൾ അറിയേണ്ടത് സമൂഹശാസ്ത്രമാണ്. സമൂഹശാസ്ത്രത്തിൽ കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, പാർട്ട് 1 of 2ൽ 5 മാർക്കിനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷന് പ്ലസ് 2 മാർക്ക് കറണ്ട് അഫയേഴ്സും വരുന്നത്. ഈ 2 മാർക്കിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഭരണഘടനാ ഭേദഗതികളാവാം, ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ടതാവാം, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടതാവാം അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്, കറണ്ട് അഫയേഴ്സിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. പാർട്ട് 2 ആണ് പറയുന്നത് കേട്ടോ. പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ സോഷ്യലിന്റെ മേഖല ഏകദേശം കവർ ചെയ്തു അല്ലെ, സോഷ്യൽ സയൻസിന്റെ മേഖല കവർ ചെയ്തു. ഇത് നമുക്ക് സയൻസിന്റെ മേഖല അറിയണം. ഭൗതിക ശാസ്ത്രം എന്താണ്? ഭൗതിക ശാസ്ത്രം അതായത് നമ്മുടെ ഫിസിക്സിലെ ഏതൊക്കെ മേഖലകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അളവുകളും യൂണിറ്റുകളും, ചലനം, ചലന സമവാക്യങ്ങൾ, തരംഗ ചലനം, ശബ്ദം, ഇതെല്ലാം 2 ചാപ്റ്ററുകളായിട്ടാണ് നമുക്ക് ടെക്സ്റ്റിൽ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ടോപ്പിക് തന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്ന് സ്കിപ്പ് ചെയ്ത് പഠിക്കാന്ന് ചിന്തിക്കരുത്. അപ്പൊ തരംഗ ചലനം
ശബ്ദം, ഇതെല്ലാം 2 ചാപ്റ്ററുകൾ തന്നെയാണ്. ബലം മറ്റൊരു ടോപ്പിക്കാണ്. ഈ പ്രവൃത്തി, ഊർജം, പവർ മറ്റൊരു ടോപ്പിക്കാണ്. ഗുരുത്വാകർഷണം നമുക്ക് ചലനത്തിനോടൊപ്പം പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. ദ്രവബലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 9ാം ക്ലാസ് SCRT ആണ്. ദ്രവബലങ്ങൾ നോക്കിക്കോളൂ. അതേ നമ്മുടെ ചാപ്റ്ററിന്റെ അതേ പേരുകളാണ് തന്നിരിക്കുന്നത്. 9th ക്ലാസ് 9th സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും എന്താണ്, അത്രയും ആ നമ്മുടെ SCRT പാഠഭാഗത്തിന്റെ പേര് എന്താണോ അങ്ങനെ തന്നെയാണ് നമുക്ക് ടോപ്പിക്കായിട്ടും തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഏത് ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യാൻ തീർച്ചയായിട്ടും. സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. കാന്തികത, വൈദ്യുത കാന്തിക ഫലം. അപ്പൊ നിങ്ങൾ വൈദ്യുതി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് സ്ഥിതവൈദ്യുതിയും ധാരാവൈദ്യുതിയും കൂടെ ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ 10th ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ. ഇതിൽ നിന്നും കഴിഞ്ഞ UPSC പരീക്ഷയ്ക്ക് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഈ ഒരു സെക്ഷൻ എന്നുള്ളത്. കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത് പ്രകാശത്തിന്റെ പ്രതിപതനവും അപവർത്തനവും അല്ലെ. ഈ ഒരു മേഖലയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളതാണ്. പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം. ഓക്കെ. കാഴ്ച, പ്രകാശം. അതായത് 2020 നടന്നൊരു UPSCക്ക് നമ്മൾ എന്താണ് നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്നുള്ളൊരു ചോദ്യം ഈ മേഖലയിൽ നിന്നുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു സെക്ഷനിൽ നിന്നും ഒരു നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടതാണ്. കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, മലിനീകരണം, ഊർജ പരിപാലനം, ഊർജങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ ഈ ഒരു മേഖല, ഫിസിക്സിൽ നിന്നുള്ള മേഖലയിൽ 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് വരും. അതിന്റെ കൂടെ 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് കൂടെ പ്രതീക്ഷിക്കാം എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. രസതന്ത്രം, അതായത് കെമിസ്ട്രിയിൽ നിന്നും 7 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സുമാണ്. അപ്പൊ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, ആറ്റത്തിന്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകള്, ലായനികള്, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങള്, അതേപോലെ തന്നെ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡ് ബേസ് ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹ നിർമ്മാണം അല്ലെ. ലോഹ നിർമ്മാണം ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ലോഹങ്ങൾ 8ാം ക്ലാസ്സിലും ലോഹ നിർമ്മാണം നമുക്ക് 9ലും അല്ല 10ലും കാണാം അല്ലെ. ലീച്ചിങ് ഒക്കെ പറയുന്നത്. അലോഹ സംയുക്തങ്ങൾ ഇതെല്ലാം 10th ചാപ്റ്റേഴ്സ് ആണ്. ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമറിസം, രാസപ്രവർത്തനങ്ങൾ. ഓക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കണം. കെമിസ്ട്രിയിൽ നിന്നും നമുക്ക് 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്ലസ് 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് പാർട്ട് 2ന്റെ തന്നെ 3ാമത്തെ ഭാഗമായിട്ടുള്ള ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രത്തിൽ നമ്മൾക്ക് 6 മാർക്കിനുള്ള ചോദ്യങ്ങളും 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സുമാണ് പ്രതീക്ഷിക്കാവുന്നത്. അതില് കോശങ്ങളുടെ ഘടന, സെൽ ആൻഡ് സെൽ സ്ട്രക്ചർ, കല, അതായത് 8th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ, ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ് വരുന്നത് അല്ലെ. കൃഷിയും പരിസ്ഥിതിയും, അഗ്രികൾച്ചർ ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ള ടോപ്പിക്. വർഗീകരണം, വർഗീകരണത്തെ കുറിച്ച് നിന്നും കഴിഞ്ഞ NCERT പരീക്ഷയ്ക്ക് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ് പഠിക്കണം.
പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് പഠിക്കണം. ദെൻ മനുഷ്യ ശരീരത്തെ കുറിച്ചിട്ടുള്ള ബേസിക് അറിവുകൾ, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, ഇതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. രോഗങ്ങളും രോഗപരിപാലനവും അതിന്റെ കൂടെ തന്നെ ആരോഗ്യ പരിപാലനത്തിന്റെ കൂടെ തന്നെ സാമൂഹ്യ ക്ഷേമ പദ്ധതികള്, അതായത് ആരോഗ്യ പരിപാലനം എന്ന ടോപ്പിക്കില് നമുക്ക് വരുന്ന മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂ സ്കീംസുകൾ പഠിച്ചു വെക്കണം. ഓക്കെ. ന്യൂ സ്കീംസ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായിരിക്കും കറണ്ട് അഫയേഴ്സിൽ നമുക്ക് എടുത്ത് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. ന്യൂ സ്കീംസ് നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. കാരണം കറണ്ട് അഫയേഴ്സിൽ നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ കൊറോണ കഴിഞ്ഞ ഒരു സാഹചര്യമാണ്, അതുകൊണ്ട് കൊറോണയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളോ അങ്ങനെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ വരിക. അതേപോലെ പുതിയതായി കണ്ടെത്തിയ അവയവങ്ങളെ കുറിച്ച്, പുതിയതായി കണ്ടെത്തിയ ജീവി വർഗങ്ങളെ കുറിച്ച്, ഇതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്, അതായത് നമ്മുടെ മാത്സുമായി ബന്ധപ്പെട്ട് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വരുന്നത് എന്ന് നോക്കാം. സിമ്പിൾ അരിത്തമാറ്റിക് എന്ന് പറയുമ്പോൾ ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, അതേപോലെ പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശേഷി പോലെയുള്ള പാറ്റേൺസ് തരാറുണ്ട് അല്ലെ നമുക്ക്. അങ്ങനത്തെ പാറ്റേണുകള് അതിനെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം. അനുപാതം, അംശബന്ധം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളത്, ശതമാനത്തെ കുറിച്ച്, സമയവും ജോലിയും, ദൂരവും സമയവും അല്ലെ നമുക്ക് പറയാറുണ്ട്. ഡിസ്റ്റൻസും ടൈമും തന്നിട്ട് ദൂരം, അതായത് സ്പീഡൊക്കെ കാണാവുന്ന, വേഗത കാണുക, വെലോസിറ്റി കാണുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം തരാറുണ്ട്. ക്ലോക്കുകളും കോണുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷകൾക്കും നമുക്ക് വരാറുള്ള ഒരു ചോദ്യമാണ് ക്ലോക്ക് എന്നുള്ളത് അല്ലെ. പലിശ, കൂട്ടുപലിശ, ജ്യാമിതി ഘനരൂപങ്ങള്, ചെറു പൊതുഗുണിതവും വൻ പൊതുഗുണിതവും, അങ്ങനെയൊക്കെ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളുടെ LCM HCF ഒക്കെ ഉദ്ദേശിക്കുന്നതാണ്. അതായത് LCM HCFന്റെ ബേസിക് അറിയുന്നവർക്ക് നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താവുന്നതാണ്. ലാഭം, നഷ്ടം, വിൽപ്പന എന്നുള്ളത്, അതായത് കച്ചവട കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ട്. മെട്രിക് അളവുകള്, സർവ്വസമവാക്യങ്ങള്, ബീജഗണിതം അല്ലെ. നമ്മൾ എന്താണ് ഐഡന്റിറ്റീസ് ഒക്കെ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അറിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കണമെങ്കിൽ ഐഡന്റിറ്റീസ് നമ്മൾ പഠിക്കണം. അപ്പൊ സർവ്വസമവാക്യങ്ങളും ബീജഗണിതവും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. സാംഖ്യകം, ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകളുടെ റേസ് പോലെയുള്ള കണക്കുകൾ, ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നത് എന്താണ് വളരെ നല്ലതാണ്. എക്സ്പോണൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ട് 4 എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ളതാണ്. അത് വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് സൈക്കോളജി ആൻഡ് പെഡഗോജി ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. അപ്പൊ ചൈൽഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ. അതിനുശേഷം ഒരുപാട് മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളെയും കുറിച്ച് അറിയണം. വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളെയും കുറിച്ച് അറിയണം. അപ്പൊ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അതേപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ മഹാത്മാഗാന്ധിജി, രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളെയും കുറിച്ച് നമ്മൾ അറിയണം. അടുത്തത് അറിയേണ്ടത് എന്തൊക്കെയാണ്? മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നറിയണം. പിന്നെയോ ബുദ്ധിയെ കുറിച്ച്. ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധി സിദ്ധാന്തങ്ങള്, ബുദ്ധിയുടെ മാപനം അല്ലെ, വൈകാരിക ബുദ്ധികളാവാം, ഇപ്പൊ മറ്റേ ഗിഫോർഡിന്റെ തിയറികളാവാം. അങ്ങനെ ബുദ്ധിയും ബുദ്ധി സിദ്ധാന്തങ്ങളും ബുദ്ധിയുടെ മാപനവും ഐക്യൂയുടെ കാൽക്കുലേഷനും അതിന്റെ വർഗീകരണവും നമ്മൾ മനസ്സിലാക്കി വെക്കണം. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് വ്യക്തിത്വത്തിന്റെ സവിശേഷതകള്, അതുമായി ബന്ധപ്പെട്ട തിയറികള്, അത് അളക്കുന്ന രീതികള്, അഭിരുചി പരീക്ഷകള്, പ്രൊജക്റ്റീവ് ടെക്നിക്കുകള്, ഇതെല്ലാം തന്നെ വ്യക്തിത്വം എന്ന ആ ഒരു ടോപ്പിക്കിൽ അടങ്ങിയിരിക്കുന്നുണ്ട്.
വികാസ തലങ്ങൾ, വികസന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ സ്റ്റേജസും ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസുമാണ്. അപ്പൊ നമ്മളിപ്പോ BEd കഴിഞ്ഞ് അവർ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് മലയാളം എന്താണ് എന്നൊരു ഡൗട്ട് വരും അല്ലെ. അപ്പൊ വികാസ തലങ്ങളും വികാസ തത്വങ്ങളും, ഡെവലപ്മെന്റൽ സ്റ്റേജസും ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസും, അതിലൊരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ തിയറീസ്, ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്സ്, അതേപോലെ തന്നെ ആ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്സ്, അതെല്ലാം കൃത്യമായി തന്നെ അറിയണം. ഓരോ ആളുകളുടെയും, ഓരോ സൈക്കോളജിസ്റ്റുകളും പറഞ്ഞ തിയറികളും മനസ്സിലാക്കി വെക്കണം. പിയാഷെയുടേതല്ല ബ്രൂണർ പറയുന്നത് അല്ലെ. അപ്പൊ ബ്രൂണറുടെ അല്ല വൈഗോട്സ്കിയുടെ തിയറി. അപ്പൊ അങ്ങനെയുള്ള ഓരോ സയന്റിസ്റ്റുകളുടെയും, ഇപ്പൊ ഓരോ ആളും, ഇപ്പൊ ഹെർലോക്കിന്റെ ആണെങ്കിലും എല്ലാവരുടെയും തിയറികളും അവരുടെ സിദ്ധാന്തങ്ങളും സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്സും പ്രിൻസിപ്പൽസും നമ്മൾ അറിഞ്ഞു വെക്കണം. വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം. അപ്പൊ വികാസ തലങ്ങൾ, വികാസ തത്വങ്ങളുടെ ഒപ്പം തന്നെ വ്യത്യസ്ത തരം വികസനങ്ങളും നമുക്കറിയാം അല്ലെ. ഇപ്പൊ വളർച്ചയും വികാസവും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് വൈജ്ഞാനികപരമായും സാമൂഹികപരമായും സന്മാർഗികപരമായും ഉള്ള വികാസങ്ങള് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കോൾബർഗിന്റെ തിയറി ആവാം, അങ്ങനെ നമ്മൾക്ക് പഠിക്കാൻ ഒരുപാട് തിയറികളുണ്ട് അല്ലെ. കട്ട്ലോവിന്റെ ആവാം. അങ്ങനെ തിയറികളെല്ലാം തന്നെ സാമൂഹികവും വൈജ്ഞാനികപരമായിട്ടുള്ള വികാസങ്ങളുമായി ബന്ധപ്പെട്ട തിയറികളാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ദെൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, പാരമ്പര്യവും പര്യാവരണവും. പാരമ്പര്യത്തിന്റെയും പര്യാവരണത്തിന്റെയും പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അഭിക്ഷമതാ പരീക്ഷകൾ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകള്, അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനെ കുറിച്ചും പഠിക്കണം. ഓക്കെ. അഭിക്ഷമതാ പരീക്ഷകള്, അഭിപ്രേരണ മീൻസ് മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ്. അതുകൂടാതെ സമായോജന ക്രിയാതന്ത്രങ്ങള്, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ നമ്മുടെ കേസ് സ്റ്റഡി, ആക്ഷൻ റിസർച്ച്, അതൊക്കെ വരുന്നില്ലേ, അതാണ് പറയുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതായത് നമ്മുടെ KCF. ഓക്കെ. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യ. വിവരവിനിമയ സാങ്കേതിക വിദ്യ നമ്മൾ സാധ്യതകൾ പഠിക്കുമ്പോൾ DLEDന്റെ സിലബസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട്. ഓക്കെ. പഠനതന്ത്രങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യയും DLEDന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് അടിസ്ഥാനമാക്കേണ്ടത്. ദെൻ പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് അല്ലെ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ട് പഠന വൈകല്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കുട്ടിയും അറിവ് നിർമ്മാണവും. അതുകൂടാതെ പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികള്, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഇതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പാർട്ട് 5 ആയിട്ടുള്ള, അപ്പൊ നമ്മൾക്ക് എന്താണ്, സൈക്കോളജിയിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് നല്ലൊരു റാങ്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, സൈക്കോളജി. സൈക്കോളജിയിൽ നല്ലൊരു ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ പാർട്ട് 5 ആണ്. പാർട്ട് 5 എന്ന് പറയുമ്പോൾ ജനറൽ ഇംഗ്ലീഷ് ആണ് ആദ്യം പറയുന്നത്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. 10 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ആദ്യം നമുക്കൊരു കോംപ്രിഹെൻഷനും അതിൽ നിന്നും ഒരു 5 ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു കോംപ്രിഹെൻഷൻ, അതിൽ നിന്നൊരു 5 ചോദ്യങ്ങൾ, അതിനുശേഷം ഗ്രാമർ പാർട്ടിൽ നിന്നുള്ള 5 ചോദ്യങ്ങൾ. ഇതാണ് ഇപ്പോൾ ഉള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫ് തരുന്നു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, അതിനുശേഷം ഗ്രാമർ പാർട്ടിൽ നമുക്ക് ആർട്ടിക്കിള്, കോൺകോഡ്, ടെൻസ് ആൻഡ് ടൈമർ, പ്രപ്പോസിഷൻ, ആർട്ടിക്കിൾ, കോൺകോഡ്, ടെൻസ് ആൻഡ് ടൈമർ, പ്രപ്പോസിഷൻ,
ഫ്രേസൽ വെർബ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, ഓക്കെ, ഫ്രേസൽ വെർബ്സ്, ജെറൻസ്, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, ഇതെല്ലാം തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് നമ്മൾക്ക് എന്താണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് വൊക്കാബുലറി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വൊക്കാബുലറി എന്നുള്ളത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. അതായത് ബൈ ഹാർട്ട് സെഷൻസ് തരുമ്പോൾ അത് വൊക്കാബുലറിയിൽ നിന്നും വരുന്നതാണ്. ഓക്കെ, വൊക്കാബുലറിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമർ പഠിക്കുക, കൂടെ തന്നെ ബൈ ഹാർട്ട് സെഷൻസിന് കൂടെ ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആവാം, ആന്റോണിംസ്, സിനോണിംസ് ആവാം, ഇതെല്ലാം വൊക്കാബുലറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പെഡഗോജി. ഓക്കെ ആണല്ലോ, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരുപാട് പേര് ചോദിക്കും ഇംഗ്ലീഷ് പെഡഗോജിയൊക്കെ പഠിക്കണോ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇംഗ്ലീഷിന്റെ പെഡഗോജിയും നിർബന്ധമായും നമ്മൾ പഠിക്കണം. ലാംഗ്വേജ് ഡെവലപ്മെന്റൽ തിയറീസും ലാംഗ്വേജ് പെഡഗോജിയും അതേപോലെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആണ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് അക്വിസിഷൻ, ഭാഷാ വികസനം അല്ലെ, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഭാഷയും ചിന്തയും എന്നുള്ള ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് സ്കില്ലുകള്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് LP ക്ലാസ്സസ്, ഭാഷാ വികസനത്തിലുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ചും ഒബ്ജക്റ്റീവ്സും അതിന്റെ ഇമ്പോർട്ടൻസും പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then questions will be from the textbook of standard 1 to 10 developed by SCERT Kerala. കണ്ടല്ലോ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുക? ടെക്സ്റ്റ് ബുക്ക് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഓഫ് 1 to 10 ഡെവലപ്ഡ് ബൈ SCERT കേരള. വളരെ ശ്രദ്ധിച്ചോളുക. SCERT ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇതെല്ലാം പഠിക്കുമ്പോഴും നമ്മൾ ലാംഗ്വേജിന് കൂടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസ് കൊടുക്കാം. 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ സിലബസിൽ തന്നെ കൃത്യമായി നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. 6ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മലയാളമാണ്. മലയാളത്തിൽ നിന്നും നമുക്ക് എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്? 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ. മലയാളത്തിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ളത് നോക്കൂ: കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവല്, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഈ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ സാഹിത്യപരം മാത്രമല്ല, ഭാഷാപരമായും കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി നമുക്ക് മലയാള ഭാഗത്തേക്ക് വേണം. അതായത് ഭാഷ ചരിത്രം, അതേപോലെ തന്നെ ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും. ഭാഷാ ചരിത്രം എന്ന് പറയുമ്പോൾ ഭാഷോൽപത്തിയാണ് പറയുന്നത്. ഭാഷോൽപത്തി മുതൽ നമ്മൾ പഠിക്കണം. ഇപ്പൊ കവിമാരാണെങ്കിൽ കവിത്രയങ്ങള്, കണ്ണശ കവി, അങ്ങനെയുള്ള കാര്യങ്ങള്, ഭാഷയുടെ ഉൽപ്പത്തി, ഏതൊക്കെ ലാംഗ്വേജുകളിൽ നിന്നും വന്നു, അതിങ്ങനെയുള്ള കാര്യങ്ങള്, ഭാഷയുടെ ചരിത്രം, ഭാഷയുടെ വ്യാകരണ രൂപം, അതിനുശേഷം ഭാഷാ വ്യാകരണം അല്ലെങ്കിൽ പ്രായോഗിക വ്യാകരണം എന്ന് പറയുമ്പോൾ പദശുദ്ധി എന്ന് പറയുന്നത് സന്ധി എന്നത് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പദശുദ്ധി, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ. അപ്പൊ 4 തരത്തിലുള്ള സന്ധികളെ കുറിച്ച് മനസ്സിലാക്കണം നമ്മള്. ദെൻ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും അല്ലെ. പാദധൂളി എന്ന് പറയുമ്പോൾ പാദത്തിലെ ധൂളി, അതിനെയാണ് സമാസിക്കുക എന്ന് പറയുന്നത്. അതായത് പിരിച്ചെഴുതുകയും ചേർത്തെഴുതുന്നതും. വാക്യരൂപങ്ങൾ, പ്രകാരങ്ങളെ കുറിച്ച് അറിയണം. അനുപ്രയോഗം അറിയണം. വാക്യഘടനയും വാക്യശുദ്ധിയും അറിയണം. അപ്പൊ നമ്മൾ എന്താണ്, പദശുദ്ധി പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വാക്യശുദ്ധി. സെന്റൻസ് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം ഏതെന്ന് ചോദിക്കുന്നത്. ലിംഗം, വചനം, ഏകവചനം, ബഹുവചനം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ ലിംഗവും വചനവും അതൊക്കെ ബൈ ഹാർട്ട് സെഷനിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാലം എന്ന് പറയുന്നത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, അങ്ങനെ കാലങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് അറിയണം. ദെൻ അർത്ഥബോധങ്ങൾ, അതായത് പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യ സന്ദർഭങ്ങൾ, കാവ്യ സന്ദർഭങ്ങൾ, അതേപോലെ കവിത, ഗദ്യം, ഇതിന്റെ എല്ലാം കാവ്യബോധം. കാവ്യബോധം എന്താ, നമുക്കൊരു കവിത തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഈ കേട്ടിട്ട് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, കവിത തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഗദ്യത്തിൽ നിന്നും പദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഓക്കെ,
ഇതിന്റെ ബോധനശാസ്ത്രം മീൻസ് എന്താണ്? നമ്മളുടെ പെഡഗോജി ആണ് പറയുന്നത്. ഉദ്ഗത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങള്, വാർഷികാസൂത്രണം, ആനുവൽ പ്ലാനിങ്, യൂണിറ്റ് പ്ലാനിങ്, അതേപോലെ തന്നെ ഡെയിലി പ്ലാൻ, ഇവാലുവേഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ ലാംഗ്വേജ് പെഡഗോജിയിൽ നിന്നും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് എബവ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം, ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അതുകൊണ്ടാണ് അവർ റെഡ് കളറിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് എബവ്, questions from the other topics prescribed from the educational qualification of the post may also appear in the question paper. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. There is no undertaking that all the topics above may be covered in the question paper. തന്നിരിക്കുന്ന എല്ലാ മേഖലയും കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് കൂടെ PSC അണ്ടർലൈൻ ചെയ്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നോട്ടായിട്ട് അവർ താഴെ കൊടുത്തിരിക്കുന്നത്. സോ എന്താണ്? തന്നിരിക്കുന്ന സിലബസ് കംപ്ലീറ്റ് ആയും പഠിക്കുക. അതിനുശേഷം മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് അനുസൃതമായി, അതായത് PYQ ഡിസ്കഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അതുകൂടെ കൃത്യമായി തന്നെ ഒന്ന് നോക്കി വെക്കുക. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടെ നമ്മുടെ PSCക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ സിലബസ് അറിഞ്ഞ് പഠിക്കുക. സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിച്ചാൽ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾക്ക് കൃത്യമായി തന്നെ പഠിക്കാം. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. എല്ലാവരും വിജയിക്കട്ടെ. അധ്യാപക പരിശീലന രംഗത്ത് എന്നും മികച്ച വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എയിം സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ LP UP അതേപോലെ തന്നെ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏറ്റവും നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ സപ്പോർട്ട് എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. നമ്മൾക്ക് പഠിക്കാം, നല്ലൊരു റാങ്കിലോട്ട് എത്താം, നമ്മുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.